മോനെ, നീ വാസുവിനെ ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയേ. അച്ഛൻ എന്താ തിരയുന്നത്? ഇതാണോ? മോളെ, നീ എന്തിനത് വീണ്ടും തുടങ്ങി? ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ രക്ഷപ്പെടുത്താനല്ലേ ഇങ്ങോട്ട് ഇറക്കി വിട്ടത്? അതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടു. വാരിക്കോരി വാങ്ങുന്നുണ്ടല്ലേ മരുമകന്റെ കയ്യിൽ നിന്ന്. കടങ്ങൾ വീട്ടാനും സമുദായത്തിൽ പ്രമാണി ചമയാനും. എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. ഞാൻ വീട്ടിലേക്ക് വരികയാണ്. ശ്രീദേവി, വാസുവിനോട് ചോദിക്കാതെ. വേണ്ട. ശ്രീദേവി, എന്താ ഇത്? ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. പെട്ടെന്ന് ഇങ്ങനെ? എനിക്ക് വയ്യ. നിനക്ക് അസുഖം വല്ലതുമാണെങ്കിൽ ചികിത്സിക്കാൻ ഇവിടെ സൗകര്യം. നീ പോണ്ട. എന്നെ ഇവിടെ തടവിലിടാനാണോ ഉദ്ദേശം? അല്ല, ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ. അതിന് നീ ഇതുവരെ സഹകരിച്ചിട്ടില്ലല്ലോ. രാപകല് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട്ടിൽ കയറി വരുന്ന എന്നെ ഒരു ഭാര്യയുടെ സ്നേഹത്തോടെ എന്തെങ്കിലും നീ സ്വീകരിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ അന്നു മുതൽ പകയും വൈരാഗ്യം വെച്ച് മാത്രമേ നീ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എന്തിനാ നീ എന്നെ ഇങ്ങനെ വെറുക്കുന്നേ? ഏതാടാ ഈ റിപ്പോർട്ടർ ജയചന്ദ്രൻ? ഇരിക്കാൻ. താനല്ലേ ഈ റിപ്പോർട്ട് എഴുതിയ ജയചന്ദ്രൻ? കഴിക്കേ. കഴിക്കടോ, ഇത് സ്കോച്ചാണ്. ആത്മഹത്യയോ കൊലപാതകമോ, ഒരു പ്രേമത്തിന്റെ അന്ത്യം. എടോ, കല്യാണം കഴിച്ചയക്കേണ്ട ഒരു പെൺകുട്ടിയെ കുറിച്ച് താൻ എന്തൊക്കെ അനാവശ്യമാടോ എഴുതി വെച്ചിരിക്കുന്നേ? സത്യം തനിക്കറിയണോ? കുടി. ഈ രാധാകൃഷ്ണനെ തനിക്ക് നേരത്തെ അറിയാമായിരുന്നോ? അവന്റെ വീടും കുടുംബമൊക്കെ? ഇല്ല. ചാക്കോ, മതി. അതേ തൊഴിൽ വയറ്റിപ്പിഴപ്പിന് വേണ്ടി മുമ്പ് ഞങ്ങളും ചെയ്തിട്ടുള്ളതാ. എനിക്ക് അയാളോട് ദയ തോന്നി. പക്ഷേ സർക്കാരിന് കിസ്തയടച്ച് ചാരായ കച്ചവടം നടത്തുന്ന ഞങ്ങൾക്ക് അയാളുടെ കള്ളവായിട്ട് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്ത് പണിയാണേലും ഷാപ്പിൽ എച്ചിൽ പറക്കുന്ന ജോലിയാണെങ്കിൽ എന്റെ മോൻ ചെയ്തോളും. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും തെരുവിൽ ഇറങ്ങേണ്ടി വരും മുതലാളി. അന്ന് രാധാകൃഷ്ണൻ ഞാൻ അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നു. എച്ചിൽ പറക്കുന്ന പണിക്കല്ല, ഓഫീസിൽ ജോലി കൊടുത്തു. വിശ്വസിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കരുതി എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. എന്നിട്ട് ആ നാറി ഇവിടെ നിന്നുകൊണ്ട് എന്റെ നേരെ വാസ്കോ സ്ഥാപനം തകർക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ എന്ത് ചെയ്യണോടോ? അതേ ഞാൻ ചെയ്തുള്ളൂ. ചവിട്ടി തൊഴിച്ച് അവന്റെ എല്ല് നുറുക്കി എടുത്ത് താഴോട്ടിട്ടു. അല്ലാതെ പ്രേമവും പുല്ലുമൊന്നും അല്ല. താൻ എഴുതിക്കോ, രാധാകൃഷ്ണനെ ഈ വാസ്കോ വാസു ചവിട്ടിക്കൊന്നു. തനത് കൂടി